പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേന്ദ്ര സർക്കാർ സർവീസിൽ ഉയർന്ന തസ്തികയിൽ നിന്ന് വിരമിച്ച അയാൾ നഗരത്തിലെ ഫ്ലാറ്റിൽ താമസിച്ചു വരികയാണ്. റിട്ടയേർഡ് ഹെഡ് മിസ്ട്രസ് ആയ ഭാര്യയും കൂടെയുണ്ട്. രണ്ടുപേർക്കും പ്രായത്തിൻ്റേതായ ചില്ലറ അസുഖങ്ങളുമുണ്ട്. രണ്ടുപേർക്കും ബാങ്കിൽ നല്ല തുക ഫിക്സഡ് ഡെപ്പോസിറ്റുമുണ്ട്. സാമാന്യം ഭേദപ്പെട്ട തുക പെൻഷനായും ലഭിക്കുന്നു. ആകെയുള്ള 2 ആൺമക്കളിൽ ഒരാൾ അമേരിക്കയിലും മറ്റേയാൾ ജർമ്മനിയിലും കുടുംബസമേതം കഴിയുന്നു. മൂത്ത മകൻ എഞ്ചിനീയറും ഇളയ മകൻ ഡോക്ടറുമാണ്. 3-4 വർഷം കൂടുമ്പോഴേ അവർ നാട്ടിൽ വരിക പതിവുള്ളൂ. വന്നാൽ തന്നെ ഒരാഴ്ചയിലധികം തങ്ങാൻ അവർക്ക് ഒഴിവുണ്ടാവുകയില്ല. 3 ഭൂഖണ്ഡങ്ങളിലായി കഴിയുന്ന ഈ കുടുംബം ഒരുമിച്ച് ഒരു ഭൂഖണ്ഡത്തിൽ സംഗമിക്കുന്നത് ഒരു ദശാബ്ദത്തിൽ ഒരിക്കൽ മാത്രമോ മറ്റോ സംഭവിക്കുന്ന അപൂർവ പ്രതിഭാസമാണ്. പല കാരണങ്ങളാൽ അമ്മയ്ക്കും അച്ഛനും മക്കളോടൊപ്പം അമേരിക്കയിലോ ജർമ്മനിയിലോ പോയി താമസിക്കാൻ സാധ്യവുമല്ല. നാട്ടിൻ പുറത്തെ ബന്ധുക്കളുമായി വലിയ അടുപ്പമൊന്നുമില്ലാത്തതിനാൽ വൃദ്ധ ദമ്പതികൾ നഗരത്തിൻ്റെ തടവിൽ വീർപ്പുമുട്ടി കഴിയുന്നു. പരസ്പരം അറിയാതെ അവർക്കിടയിൽ അനിഷ്ടത്തിൻ്റെ ഭിത്തി ഉയർന്നുവരുന്നുണ്ടെന്ന് അവർക്കു തന്നെ തോന്നിത്തുടങ്ങിയിരിക്കുന്നു. ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന ഭീതി അവരെ വേട്ടയാടി തുടങ്ങിക്കഴിഞ്ഞു. മക്കളെക്കുറിച്ചല്ലാതെ അവർക്ക് ആരെക്കുറിച്ചും പരാതി പറയാനില്ല. കാരണം അവർ ആരെയും അത്രമേൽ സ്നേഹിച്ചിരുന്നില്ല. മറ്റാർക്കു വേണ്ടിയും അവർ ഒന്നും ചെയ്തിട്ടുമുണ്ടായിരുന്നില്ല. മക്കളുടെ ഭാവിയെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അവർ ചിന്തിച്ചിരുന്നുമില്ല. വേണമെങ്കിൽ 2 ആൺമക്കളിൽ ഒരാൾക്കെങ്കിലും തങ്ങളോടൊപ്പം വന്ന് താമസിക്കാമെന്ന് അവർ വിശ്വസിക്കുന്നു. നല്ല ധനസ്ഥിതിയിലാണ് രണ്ടുപേരും. നാട്ടിൽ തന്നെ ജോലിക്ക് പ്രയാസവുമില്ല. പക്ഷേ വിദേശത്ത് നിന്ന് കുറ്റിയും പറിച്ചു പോരാൻ അവർക്ക് താൽപ്പര്യമില്ല. മക്കളിൽ ഒരാളെങ്കിലും തങ്ങളോടൊപ്പം താമസിക്കുകയാണെങ്കിൽ പേരക്കുട്ടികളുടെ സാന്നിധ്യം തങ്ങൾക്ക് ഉന്മേഷം പകരും എന്ന് വൃദ്ധദമ്പതികൾ ആശിക്കുന്നു. തങ്ങളുടെ ആഗ്രഹം ഹെഡ് മിസ്ട്രസ് തൻ്റെ വിദ്യാർത്ഥിയും ജർമ്മനിയിലുള്ള തൻ്റെ മകൻ്റെ സുഹൃത്തുമായ പത്രപ്രവർത്തകനുമായി പങ്കുവച്ചു. പത്രപ്രവർത്തകൻ ജർമ്മനിയിലെ സുഹൃത്തുമായി അമ്മ പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചു. നാട്ടിൽ വന്ന് നിന്നുകൂടെ എന്ന് പത്രപ്രവർത്തകൻ ആത്മാർത്ഥമായി ചോദിച്ചപ്പോൾ ആ സുഹൃത്തിന് പറയാനുണ്ടായിരുന്നത് മറ്റു ചില കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: എനിക്ക് നാട്ടിൽ വരാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. അമ്മയും അച്ഛനും അവിടെ ഉണ്ട് എന്നത് ശരി തന്നെ. വല്ലപ്പോഴുമൊക്കെ അവരെ കാണാൻ ഞങ്ങൾ പോകുന്നുമുണ്ട്. 5-10 മിനിറ്റിനപ്പുറം സംസാരിച്ചിരിക്കാൻ ഞങ്ങൾക്കിടയിൽ പൊതുവായി ഒന്നും ഇല്ലെന്നതാണ് വാസ്തവം. ഏറിയാൽ 1 മണിക്കൂർ അടുത്തിരിക്കാനേ ഞങ്ങൾക്ക് കഴിയൂ. ഓർമ്മിക്കത്തക്കതായി ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നഗരത്തിലെ ഏറ്റവും മികച്ച സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. പഠിക്കുക 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 എന്നല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. സ്പോർട്സിലോ മറ്റേതെങ്കിലും മത്സരങ്ങളിലോ ഞങ്ങൾ പങ്കെടുത്തിരുന്നില്ല. ഒരു പൊതുവായനശാലയിൽ പോയി ഏതെങ്കിലും ഒരു പുസ്തകമെടുത്ത് വായിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. ആരുമായും തമാശ പറഞ്ഞിരുന്ന ഓർമ്മ പോലുമില്ല. ആരുമായെങ്കിലും കൂട്ടുകൂടിയെന്നറിഞ്ഞാൽ വഴക്കു കേൾക്കുമായിരുന്നു. ആ വകയിൽ ചിലപ്പോൾ അടിയും കിട്ടിയിട്ടുണ്ട്. ഒരുമിച്ച് ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച ഓർമ്മ പോലുമില്ല. ഭാവിയെക്കുറിച്ച് പറഞ്ഞ് സദാ ഭീഷണിപ്പെടുത്തുകയാണ് അമ്മയും അച്ഛനും ചെയ്തത്. വർത്തമാനത്തെക്കുറിച്ച് അവർ ഒന്നും ആലോചിച്ചിരുന്നതായി തോന്നുന്നില്ല. ഇപ്പോഴും അവർക്ക് ചോദിക്കാനുള്ളത് ബാങ്ക് ബാലൻസിനെക്കുറിച്ചും പെൻഷൻ സ്കീമുകളെക്കുറിച്ചുമാണ്. നിറഞ്ഞ കണ്ണുകളോടെ ആ മകൻ പറഞ്ഞു നിർത്തി. മക്കളെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവർ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ
എത്ര നന്നായേനെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.